ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവ കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 250 ml കപ്പിൻ്റെ അളവിൽ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വറുക്കാത്ത റവയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താലും മതി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. റവ ഞാനിപ്പോൾ പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് അളവിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മൈദയും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ പുളിയില്ലാത്ത നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ അളവിൽ ചെറിയ ജീരകവും മുഴുവൻ ജീരകവുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, പക്ഷേ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാനിപ്പോൾ 250 ml കപ്പിൻ്റെ അളവിന് ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പോരാതെ വന്നപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് കുറച്ച് കുഴഞ്ഞ് ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. കൈകൊണ്ട് തന്നെ ഈ മാവ് എടുത്ത് നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണിൽ കോരി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു കറിവേപ്പിലയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി നനച്ചതിന് ശേഷം കുറച്ച് മാവായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഈ മാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകമൊക്കെ കുറച്ചൊന്ന് വേവാനുള്ളതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറിഞ്ഞിരിഞ്ഞും ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തൈരിൻ്റെയും ആ ഒരു കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു നല്ല പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ പലഹാരം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരുമരാന്നിരിക്കുന്ന ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.